വടകര ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണത്തിന്റെ അവസാന ദിവസങ്ങളിൽ അവിടെ പ്രത്യക്ഷപ്പെട്ട ആ കാഫിർ സ്ക്രീൻഷോട്ട്, ആ സ്ക്രീൻഷോട്ടിന്റെ പിറകിലുള്ള പ്രതിയെ അല്ലെങ്കിൽ സംഘത്തെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UDF-ഉം ഷാഫി പറമ്പിലും നടത്തിയ പ്രക്ഷോഭത്തിന്റെ ശക്തി അനുദിനം അതിന്റെ ശക്തി കുറഞ്ഞു ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണെന്ന സംശയം പൊതുവെ നാട്ടുകാരിൽ ഒരുപാട് സംശയം ഉണർത്തിയിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു പതുക്കെയുള്ള ഒരു പിന്മാറ്റം എന്നാണ് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു സ്ക്രീൻഷോട്ട് ഒരു യൂത്ത് ലീഗ് നേതാവിന്റെ പേരിലായിരുന്നു, അദ്ദേഹം പോസ്റ്റ് ചെയ്തു എന്ന പേരിലായിരുന്നു അവർ പ്രചരിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും CPM നേതാവ് KK ലതികയും മറ്റ് CPM നേതാക്കളും. മാത്രമല്ല, അവരാവശ്യപ്പെട്ടു ഇതിന്റെ പിറകിലുള്ള പ്രതികളെ പിടികൂടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവര് ഇലക്ഷൻ കമ്മീഷനും ജില്ലാ കളക്ടർക്കും പരാതി കൊടുക്കുകയും ചെയ്തു. പക്ഷേ പിന്നീട് ഈ CPM നേതാക്കള് ഈ ഡിമാൻഡിൽ നിന്ന് അവർ പതുക്കെ പിന്മാറുന്നതാണ് നമ്മൾ കണ്ടത്. മാത്രമല്ല, അവര് മുൻകൈ എടുത്തുകൊണ്ട് ഒരു സമാധാന യോഗം വടകരയില് സർവകക്ഷി സമാധാന യോഗം നടത്തണമെന്നൊക്കെ അവര് ആവശ്യമുന്നയിക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും ഈ ഷാഫി പറമ്പിലും UDF-ഉം ഒക്കെ പ്രക്ഷോഭത്തിന്റെ മാർഗത്തിൽ തന്നെയായിരുന്നു. അവര് SP ഓഫീസ് മാർച്ച് നടത്തി, VD സതീശൻ ഉൾപ്പെടെയുള്ള, കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള UDF നേതാക്കളെ കൊണ്ടുവന്നിട്ട് അവിടെ വമ്പിച്ച പൊതുയോഗങ്ങൾ നടത്തി, പ്രകടനങ്ങൾ നടത്തി. പക്ഷെ എന്തുകൊണ്ടാണ് ഈ ഒരു പിന്മാറ്റം എന്നുള്ളത് വളരെ സംശയമുണർത്തുകയാണ്. യഥാർത്ഥത്തില് ഈ ആരോപണം നിലവില് അത് ഷാഫി പറമ്പിലും UDF-ഉം തന്നെ ചെയ്തതാണ് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സ്ക്രീൻഷോട്ടിന് പിറകിലുള്ളവരെ കണ്ടെത്തേണ്ട ഏറ്റവും വലിയ ആവശ്യം UDF-നും ഷാഫി പറമ്പിലിനും തന്നെയാണ്. എന്തുകൊണ്ടെന്നാല് ഈ ഷാഫി പറമ്പിൽ നമുക്കറിയാം, അദ്ദേഹം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ നിന്നാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പാലക്കാട് മണ്ഡലം എന്ന് പറയുന്നത് ഒരു റിലീജിയസ്ലി നോക്കുകയാണെങ്കിൽ ഒരു ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. അതേസമയം ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ കരുത്തുറ്റ നേതാവ്, മതേതര പ്രതിച്ഛായുള്ള ശക്തനായ നേതാവ്, ഇങ്ങനെയുള്ള ഒരു നേതാവ്, അത്തരം ഒരു മണ്ഡലത്തിൽ നിന്ന് ജയിക്കുന്ന ഒരു നേതാവ്, അദ്ദേഹത്തിന്റെ പേരിൽ ഇങ്ങനെ ഒരു ആരോപണം വരികയാണെങ്കിൽ, ഇപ്പം വടകരയിൽ അദ്ദേഹം തോൽക്കുകയാണെങ്കിൽ പാലക്കാട് മണ്ഡലത്തിൽ ഈ അവശേഷിക്കുന്ന കാലം അദ്ദേഹം അവിടെ MLA ആയി തുടരും. അതേസമയം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം പാലക്കാട് മത്സരിക്കുകയാണെങ്കിൽ ഈ വടകരയിലെ ഈ ഒരു കറ തീർച്ചയായും അദ്ദേഹത്തെ വേട്ടയാടുമെന്ന് ഉറപ്പാണ്. മാത്രമല്ല, പാലക്കാട് മാത്രമല്ല, കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ പോലും ഷാഫി പറമ്പിലിന് മത്സരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ടാവും. ഇനിയിപ്പോൾ അദ്ദേഹം ജയിക്കുകയാണെങ്കിൽ തന്നെ വടകര മണ്ഡലത്തില് ഈ 5 വർഷത്തെ പ്രവർത്തനം കൊണ്ട് ഒരുപക്ഷെ ഈ ഒരു കറ മായ്ച്ചു കളയാൻ കഴിയുമെങ്കിൽ പോലും ഈ ഒരു ആരോപണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ കാലവും അദ്ദേഹത്തെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ആരോപണം തെളിയിക്കേണ്ട ഏറ്റവും വലിയ ആവശ്യം UDF-നേക്കാൾ എനിക്ക് തോന്നുന്നത് ഷാഫി പറമ്പിൽ എന്ന വ്യക്തിക്കാണ്. ഈ ഒരു പ്രക്ഷോഭത്തിന്റെ ശക്തി കുറയ്ക്കുന്നതിന് പിന്നിലെ UDF-ലെ ഏതെങ്കിലും നേതാക്കൾ ഏതെങ്കിലും പിന്നാമ്പുറത്ത് കളിക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് ആലോചിക്കേണ്ടത്. കാരണം നമുക്കറിയാം, ഈ സംഭവത്തിന് പിറകിൽ പ്രവർത്തിച്ചത് CPM-ന്റെ ഒരു ജില്ലാ നേതാവിന്റെ വീട്ടിൽ തന്നെയുള്ളവരാണ് ഇതിന് പിറകിൽ പ്രവർത്തിച്ചതെന്നാണ് പൊതുവെ ഇന്ന് വടകരക്കാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു പ്രതിയെ പിടിക്കുന്നതോടുകൂടി CPM എക്കാലത്തും കളിക്കുന്ന, പ്രത്യേകിച്ചും വടകര മേഖലകളിലൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാമുദായിക കളി, ഈ വർഗീയ കളി, അതിൻ്റെ ഉള്ളുകളി പുറത്തു കൊണ്ടുവരാൻ ഏറ്റവും അധികം സഹായിക്കുന്ന ഒരു സംഭവമായിരുന്നു ഈ പ്രതിയെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഷാഫി പറമ്പിൽ എന്ന നേതാവ് അദ്ദേഹം തിരിച്ചു വന്നിട്ട് ഈ ആവശ്യം, ഈ ഒരു ഡിമാൻഡ്, ഈ പ്രതിയെ കണ്ടെത്തുന്നവരെ അദ്ദേഹത്തിന്റെ പ്രക്ഷോഭം, UDF പിന്മാറിയാൽ പോലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ഈ ശക്തനായ നേതാവ് ഈ ഒരു പ്രതിയെ കണ്ടെത്തും വരെ അദ്ദേഹത്തിന്റെ സമരപാതയിൽ നിന്ന് പിന്മാറാൻ പാടില്ല എന്നാണ് പറയാനുള്ളത്.